എടുത്തിയേ ഈ വീട് കാണിച്ചു കൊടുത്തിട്ട് ഒരു 500 റുപ്യ എങ്ങനെയെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു തരീ. ഈ വീട് തന്നെ ഇത് നിങ്ങളുടെ കെയർ ഓഫുള്ള വീടാണ് പറഞ്ഞത്. ആരതോ വീടാണ് വെറുതെ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒട്ടനാണ് അത് നിക്കണം നിപ്പ് നോക്കി നിങ്ങള് ബന്ധപ്പരാണ്. എന്തെന്നാണ് നിങ്ങൾ ഈ പറയണത്? ഉള്ളിൽ കയറാനൊക്കെ ചോദിക്കാന്ന് വേണ്ട. അവര് പോരെ അയാള് നോക്കിക്കോട്ടെ. നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യണ പണി പോലെ ഉണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഇതാണ് വീട്. നോക്കി വീട് ഇഷ്ടമായി, നല്ല വീട്. പക്ഷെ എത്ര വാടക? ഒന്നാമത്തെ ഇതിന്റെ വീട്ടുകാർ ഇവിടെ ഇല്ല, അവർ അമേരിക്കയിലാ. എന്നെയാണ് നോക്കാനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങള്. അല്ല അപ്പൊ എത്ര വരും? അവരിപ്പോ ആഗ്രഹിക്കുന്നത് ഒരു 14,000 രൂപയാണ് എന്നോട് പറഞ്ഞത്. ഇല്ല പേടിക്കണ്ട, ഞാൻ പറഞ്ഞു ശീതളിനൊരു 3000-ന് റെഡിയാക്കി തരാം. ചേച്ചി അതൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു 2000 രൂപയുള്ള മാക്സിമം ഉണ്ടാവുള്ളൂ. ആ കാണുന്ന വീട് ഉണ്ടോ? നിങ്ങൾ നോക്കൂ. അത് വക്കീല്, 1 നമ്പർ വക്കീല്. ഈ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച വീട് കണ്ടോ? നോക്ക് കേട്ടോ. അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, അത് ഡോക്ടർ. അങ്ങനെ ഈ കോളനിയിൽ സർവത്ര വലിയ വലിയ ആളുകളാണ് താമസിക്കുന്നത്. അപ്പോൾ ശീതളനും അതുപോലെ നന്നായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം. അല്ല നമ്മളൊരാളെയും കുഴി കൊണ്ടുവന്ന് ചാടിക്കൂല. അപ്പൊ 3 രൂപ വാടക ഒന്നുമല്ല, നഷ്ടല്ല. അത് ലാഭമാണ് ശീതളനെ സംബന്ധിച്ച്. കാരണം ഈ വീട്ടിൽ എന്ന് പറയുമ്പോ വെള്ളം എത്ര വേനക്കും പറ്റൂല. നല്ല മധുരമുള്ള കണ്ണുനീര് പോലത്തെ വെള്ളം കിട്ടണേ. തെങ്ങുണ്ട്, കവുണ്ട്, ഉപയോഗിക്കാം. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 2000 രൂപയുടെ എന്റെ ഒരു ഇത് അത് ഒരു കാര്യം ചെയ്യുന്നത് അത് കുറച്ചിട്ട് ഒരു 2500-ന് 2500 കൂടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഞാൻ അവരോട് പറയും, ഇത്രയും സൗകര്യം കൊടുക്കണം വീടിന്. വേണ്ടിട്ടല്ലേ പറഞ്ഞു നോക്കാം. നിങ്ങളും കൂടി ഒന്ന് നിൽക്കണം. ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാം ഉറപ്പിക്ക്. ഒരു 500 രൂപ കടിക്കുന്നത് 500 ഞാൻ തന്നില്ലേ? അല്ല നമ്മളിപ്പോ വീട് കണ്ട് ഉറപ്പിക്കാണല്ലോ. ഇപ്പൊ 500 രൂപ തരുന്നതിനെന്താ? ചേട്ടാ ഇനിയിപ്പോ വീട് ഞാൻ അവിടെ നിന്ന് ദൂരേന്ന് വരികയാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ പെട്രോൾ ചേട്ടാ ഇനി ഒരു ഇത് പാടില്ല കേട്ടോ. ഇത് ഇല്ല കഴിഞ്ഞല്ലോ, വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ നമ്മള്. എഗ്രിമെന്റ് എഴുതാൻ പറ്റാന്ന് വെച്ചാ പോലും വീട് ഇവിടെ ഉണ്ട്, പൈസ റെഡിയാക്കി പോന്നോളാം. അപ്പൊ ശരി കേട്ടോ ചേച്ചി, നമുക്ക് വീടിന്റെ ഉള്ളൊന്ന് കാണാനായിട്ട്. അയ്യോ അതിന്റെ ഒരു ആവശ്യമില്ല. എന്തിന്? ഈ ശ്യാമളച്ച് കണ്ടിട്ടുള്ള വീടാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോയിട്ട് വരിക, താമസിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് അഡ്വാൻസ് ഒക്കെ പോര്. എഗ്രിമെന്റ് ഒക്കെ നമുക്ക് അപ്പോൾ എഴുതാം. സന്തോഷായില്ലേ? സന്തോഷായി. മാത്രല്ല നോക്ക്, ലെറ്റർ ബോക്സ് വരെയുണ്ട്. കത്ത് വരാണെങ്കിൽ ഇവിടെ ഉള്ളു, ഒരാളെ അതിന്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പുറത്ത് പെട്ടിക്കൂടുണ്ട്. എവിടെ? പട്ടിയെ വളർത്തണമെങ്കിൽ അതും ഓക്കെയാണ്. അയ്യോ എന്താ കത്ത് കൈ കിട്ടാത്ത? കൈ കൊണ്ടിട്ടാണ്ടൊക്കെ കൈ കൊണ്ടിട്ടല്ലേ. നാളേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? എഗ്രിമെന്റ് എഴുതാതെ വെക്കുന്നത് ശരിയല്ലല്ലോ. ശരി ചേച്ചി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. വരുമ്പോ പപ്പടം കൂടി തരണം. ശരി ശരി. അയ്യോ ഇങ്ങനെ പൊട്ടന്മാരുണ്ടാവൂ. നിങ്ങൾ ആദ്യമായിട്ട് കാണില്ലേ? ഞങ്ങൾ എത്ര ദിവസമായി കൊണ്ടു നടക്കണത്? എനിക്കൊന്നും തന്നില്ലല്ലോ. അതല്ല നീ മുതലിനെ കൊണ്ടു നടക്കണത്. അല്ല സത്യം 100 രൂപയ്ക്ക് വെച്ചോ. 100 രൂപയ്ക്ക് ഞാൻ തക്കാനാണ്. 100 രൂപയ്ക്ക് എനിക്കും കുറിയുണ്ട്. കാര്യം പറഞ്ഞോട് കൂട്ടാ. ഞാനല്ലേ വർത്താനം പറഞ്ഞ മുഴുവൻ? ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ? അത് കിട്ടില്ല. ഒരു 100 രൂപ എന്താണ് പൈസക്ക് ഇങ്ങനെ ആർത്തില്ല. ഞാൻ ഈ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു, കാശില്ലാതെ നിൽക്കായിരുന്നു.